23 years ഇപ്പോഴും 23 വർഷങ്ങൾക്ക് ശേഷം പ്രഷർ വീണ്ടും ദേവദൂതൻ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നത്? ഇറ്റ്സ് ഓൾവേസ് മാജിക്കൽ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട്? ഞെട്ടിപ്പോയി സാർ. ഈ 24 ഇയേഴ്സ് മുമ്പ് 24 ഇയേഴ്സ് മുമ്പ് ചെയ്യുമ്പോഴും ഒരു അഹെഡ് ഓഫ് ടൈം ആയിരിക്കണം എന്ന് അന്ന് RR അല്ല, അങ്ങനെ ഒന്നുമില്ല. അത് ആ പടത്തിന് വേണ്ടിയത് ചെയ്തതാണ്. ഇന്നും അത് റെലവെൻ്റ് ആയിട്ടുണ്ട് എന്ന് I mean when I find it is very relevant even today's audience, I find very very happy. ഈ റീമാസ്റ്റേർഡ് വെർഷൻ എന്തെങ്കിലും RRൽ റീമാസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഈവൻ ദ സൗണ്ട് ട്രാക്ക് ഹാസ് ബീൻ റീമാസ്റ്റേർഡ്. പിന്നെ ആദ്യം ഉണ്ടായത് 5.1 അല്ലേ, ഇപ്പോൾ ചെയ്തത് അറ്റ്മോസ് ആണ്. സോ ഇറ്റ് ഇസ് ദേ ഹാവ് റീമാസ്റ്റേർഡ് ഈവൻ ദ സൗണ്ട് ട്രാക്ക്. ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എന്തൊരു മഹാനുഭാവരും ആളുകൾ കൈയടിച്ചിട്ടാണ് തുടക്കത്തിലും അവസാനത്തിലും. സ്റ്റാൻഡിങ് ഓവേഷനാണ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് അല്ലേ? എന്തൊരു മഹാനുഭാവം എന്ന് പറയുന്നത് ഒരാളെ കുറിച്ചല്ല. നിങ്ങൾ എല്ലാവരുമേ മഹാനുഭാവർ ഇത് അപ്രീഷിയേറ്റ് ചെയ്ത് എല്ലാവരുമേ മഹാനുഭാവം. എന്തൊരു ആ പാട്ടിലെ മ്യൂസിക് നൊട്ടേഷനും സിനിമയുടെ കഥയായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി അതെങ്ങനെയാണ് ആ നൊട്ടേഷനിലോട്ട് സാർ എത്തിയത്? അല്ല, അത് ആ പടത്തിൻ്റെ തീമല്ലേ, ആ പടത്തിൻ്റെ തീം ആ ലൊക്കേഷൻ ഉള്ളതാണ്. അതാണ് അത് തീം മ്യൂസിക്, ആ പടത്തിൻ്റെ തീം. പിന്നെ ആ മ്യൂസിക് കേട്ടിട്ടാണ് ആ പേര് അവർക്ക് തോന്നുന്നത്, അതിനാണ് ഒരു പേര് വരുന്നത്. ഒക്കെ എല്ലാം കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണ് ഇത് ഡയറക്ടർ റീ എഡിറ്റഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എല്ലാവർക്കും ഒരു മാജിക് കണ്ട ഫീലിംഗ് തന്നെ. എത്രത്തോളം ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ 24 വർഷവും നമ്മൾ കാത്തിരുന്നത് ലോക സിനിമയിൽ തന്നെ സംഭവിച്ചൊരു അപൂർവമായ സംഭവമാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ പ്രേക്ഷകർ തിരസ്കരിച്ച സിനിമ ഇനി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഇതിനു മുമ്പ് ഒരു ചരിത്രത്തിൽ ഉണ്ടാകാത്തൊരു കാര്യമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല, എൻ്റെയോ വിദ്യയുടെയോ സിയാദിൻ്റെ ആരുടെ കഴിയില്ല. അല്ല, ഇത് ബേസിക്കലി എനി ഫിലിം ഇസ് നോട്ട് എ സിംഗിൾ പേഴ്സൺ. ഇറ്റ്സ് അത് ഒരാളിൻ്റെ ഇത് വെച്ചിട്ട് വരുന്നില്ല. ഇറ്റ് ഈസ് എ ടീം വർക്ക്, ടോട്ടൽ ടീം വർക്ക്. ഇപ്പോൾ അവർ പറയുന്ന ആ സിറ്റുവേഷൻ എന്നെ ഇൻസ്പയർ ചെയ്യണം പാട്ട് ചെയ്യാൻ വേണ്ടി. അവർ എടുക്കുന്ന പടം കണ്ടിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് inspiring each other and the mutual respect and admiration and the love for and passion for films. നമ്മൾ ചെയ്യുന്ന ആ തൊഴിലുള്ള നമുക്കുള്ള ഡെഡിക്കേഷനും പാഷനും അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ക്രിയേഷൻ. ഐ ഫൈൻഡ് ശരി സാർ, സമീപകാലത്ത് ഒന്നും ഇല്ലാത്ത വിധത്തിൽ ആദ്യ ദിവസം തന്നെ ഏകദേശം 50 ലക്ഷത്തിനകത്ത് ഇനീഷ്യൽ ബുക്ക് മൈ ഷോ ആപ്പിൽ തന്നെ ട്രെൻഡിങ് ആണ് ദേവദൂതൻ. ആ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ആളുകൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥ, യുവാക്കൾ നെഞ്ചേറ്റുന്ന ഒരവസ്ഥ. അത് കാണുമ്പോൾ എപ്പോഴായാലും നമ്മുടെ അധ്വാനം ആളുകൾ വാലിഡേറ്റ് ചെയ്യും എന്നുള്ള ഫീലിംഗ് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ വളരെ സിൻസിയറായിട്ട് സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും. ഞങ്ങൾക്കത് 24 വർഷം കാത്തിരിക്കേണ്ടി വന്നതേ ഉള്ളൂ. അന്നും ഇന്നും നമ്മൾക്കറിയാം ഞങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല സിനിമ തന്നെയാണ്, നല്ല കലാസൃഷ്ടിയാണ്. അന്നത് സ്വീകരിക്കപ്പെട്ടില്ല. പക്ഷേ 24 വർഷവും ഞങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് അതിനെ അംഗീകരിക്കുന്നൊരു തലമുറ ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ഈ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് പ്രേരകമായി തീർന്ന ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാണ്. അവരത് തിരിച്ചറിയുന്നു. ആ സിനിമയുടെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഈ 24 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ടില്ലാത്തൊരു ജനറേഷൻ കൂടി ഇനി സിനിമ കണ്ട് ആദ്യമായിട്ട് കാണുന്നത്. തിയേറ്ററിൽ ആദ്യമായിട്ട് വന്ന് അല്ലെങ്കിൽ മുമ്പ് ടെലിവിഷനിൽ ഒരിടത്തും കാണാത്ത ആൾക്കാർ ഇന്ന് വന്നിട്ട് ഒരുപാട് ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ ഇന്ന് വന്നിട്ട് പറഞ്ഞു ഇന്ന് ഈ സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് അവർക്ക് ഗൂസ് ബംസ്, എല്ലാവരും പറയുന്നൊരു വാക്കാണ് ഗൂസ് ബംസ് ഉണ്ടാകുന്നത്. അതിൻ്റെ വലിയൊരു അങ്ങനെ ഒരു ഗൂസ് ബംസിൻ്റെ കാരണക്കാരായ മ്യൂസിക് തന്നെയാണ്, ഗംഭീരമായ മ്യൂസിക്. വിദ്യാർത്ഥി അല്ലാതെ മറ്റൊരാളത് ഞങ്ങളുടെ ചിന്തയിലുണ്ടായിരുന്നു ഈ സിനിമയിലേക്ക്, ഈ കഥയിലേക്ക് എത്തുമ്പോൾ. സോ എല്ലാം നന്നായിട്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫി, സ്ക്രിപ്റ്റ്, പിന്നെ ആർട്ട് ഡയറക്ഷൻ എല്ലാവരും ഉപരിയായി ഞങ്ങളുടെ സിനിമയുടെ ക്വാളിറ്റി അറിഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസർ. ഇന്ത്യൻ പ്രൊഡ്യൂസറിലേക്ക് ഈ സിനിമ സംഭവിക്കത്തില്ല. എന്തൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് ഒന്നിനും ഒരു കുറവില്ല. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും വരുമ്പോൾ അത് അതിലൊരു റിസൾട്ട് ആയിട്ട് അതിലൊരു നന്മ നമ്മളിലേക്ക് തിരിച്ചു വരാനായിട്ട്
സീതൊക്കെ ലാലേട്ടന് ഈ സ്വീകാര്യതയെ പറ്റി അറിവുണ്ടോ? അദ്ദേഹം എന്തെങ്കിലും രീതിയിലൊരു റെസ്പോൺസ് സ്വീകാര്യതയെ പറ്റി അറിവുണ്ട്, ഇന്നും സ്വീകാര്യതയെ പറ്റി അറിവുണ്ട്. ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ മെസ്സേജുകൾ രാവിലെ കിട്ടുന്ന ഫീഡ്ബാക്സ് എനിക്ക് അയച്ചു കൊടുക്കുന്നത്, എനിക്ക് മൊത്തം അയച്ചു കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എല്ലാ അറിവുകളും കാണുന്നുണ്ട്, ഞാൻ ഗുജറാത്തിലായിപ്പോയി, എനിക്ക് അവിടെ ഉണ്ടാകുന്ന ആഗ്രഹമുണ്ടായിരുന്നു മെസ്സേജ് ഓരോ ദിവസവും രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് സാർ ഈ മാസത്തിൽ അംഗീകരിക്കാൻ വൈകിയതിലെന്തെങ്കിലും ഇത് ഒരു ഈ കാലത്തിന് വേണ്ടി സാറി അന്ന് പക്ഷേ അന്നത്തെ പ്രേക്ഷകർക്ക് പല തടസ്സങ്ങളുണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ ഒരു കാലത്തിന് മുമ്പേ ഒരു സിനിമയാണ് ഈ സിനിമയുടെ കാലം ഇതാണ്. ഈ ഓരോ തിയേറ്ററുകളിലും നമ്മൾ കാണുന്ന ജനക്കൂട്ടം നമുക്കത് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ ഈ സിനിമയെ തിരിച്ചറിയാൻ ഓരോ ഫ്രെയിമും ഒരു പോർട്രേ പോലെ അത്രയും മനോഹരമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കുന്നത് ക്യാമറമാനാണ്. സന്തോഷ് തിരുമേനി അതിമനോഹരമായിട്ട് ഓരോ ഫ്രെയിംസ് ഞാൻ ആഗ്രഹിച്ചതുപോലെ മനസ്സിൽ കണ്ടതുപോലെ ഞങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്തെല്ലാം ക്യാമറമാൻ എന്ന് പറയുന്ന സംവിധായകനെ ഏറ്റവും നന്നായിട്ടെടുക്കാൻ വിശ്വസിക്കുന്ന സന്തോഷമാണ്. ഏറ്റവും നന്നായിട്ട് നേരിടുന്ന പ്രതിഭാഗം ആ വിഷ്വൽസിനെയും ആ കഥയെയും ഏറ്റവും എൻഹാൻസ് ചെയ്യുന്നത് വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കാണ്. എല്ലാവരും നേരത്തെ അദ്ദേഹം പറഞ്ഞ ടീം വർക്കാണ്. ആ ടീം വർക്കിന് അന്ന് റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. വലിയ സ്വീകാര്യതയിലേക്ക് എത്തുകയാണ്. ഇത് ഇനി നല്ല സിനിമകൾ ഇനി കൂടുതൽ ഊർജ്ജത്തോടെ സിനിമകൾ പ്രചോദനത്തിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള നല്ല സിനിമ ഉണ്ടാക്കാനായിട്ട് വലിയ താങ്ക് യു. ആത്മാവ് വിനിയോഗിച്ച മഹേശ്വർ എന്ന കഥാപാത്രമാണ് തിരിച്ചറിയുന്ന ആളുകൾ സ്റ്റാൻഡിംഗ് ഒവേഷനോടുകൂടി എന്തൊരു മഹാനുഭാവരും സ്വീകരിക്കുന്നു. വല്ലാത്തൊരു അനുഭവമല്ലേ ഇത്? തീർച്ചയായിട്ടും. കാരണം ഇതൊരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി എന്നാൽ അതിനകത്തൊരു ഹൊററിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സിനിമ അപ്പാർട്ട് ഫ്രം അതിൻ്റെ കഥ അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. അത് വളരെ മ്യൂസിക്കലായിട്ടാണ് അത് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഇത്ര ക്വാളിറ്റിയിൽ നമുക്കത് കിട്ടി എന്നുള്ളത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കത് കണ്ടപ്പോൾ അതാണ്. ഏകദേശം നമുക്കതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോഴേ വിഷ്വലായാലും ഇത്ര ക്വാളിറ്റിയിൽ പഴയൊരു സിനിമയുടെ വിഷ്വൽ കിട്ടുന്നത് എനിക്കൊന്ന് വളരെ അപൂർവം സിനിമകൾക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ആ ഭാഗ്യം ദേവതനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തു, അതെനിക്ക് കാണാൻ പറ്റിയെന്നുള്ളതിലും വളരെ സന്തോഷം. ഈ നായകളായിട്ടുള്ള സീക്വൻസ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഡ്യൂപ്പാണെന്നാണ്. നിങ്ങളുടെ ജീവനും പരിക്കൊക്കെ ഏറ്റിട്ടാണ് അത് ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ വിഷ്വൽസ് കാണുമ്പോൾ ആ ഒരു ഭീകരതയും അന്ന് അനുഭവിച്ച ഭീതിയൊക്കെ ഫീൽ ചെയ്താവും. അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര ഭീതിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആക്ഷൻ സീക്വൻസുകളായാലും ഇങ്ങനെയുള്ള സീക്വൻസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹൈ ആയിരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ. പിന്നീട് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ അന്ന് ചെയ്തിരുന്നോ എന്നുള്ളത്. അതിനകത്ത് വൈഡ് ഷോട്ടുകൾ ചില ഷോട്ടുകൾ മാത്രമേ ട്യൂബ് യൂസ് ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്താണ്. പക്ഷെ അതൊക്കെ രസമുണ്ട് ശരിക്കും ഈ സിനിമ കാണുമ്പോൾ ലാലെന്ന ആക്ടർ വിസ്മയമാണെന്ന് പിന്നെ പ്രേക്ഷകരിൽ ഉറപ്പിക്കുന്ന സിനിമ തന്നെയാണ്. കാണുമ്പോൾ ചില സീനുകളൊക്കെ കാണുമ്പോൾ ഇരിക്കുന്ന സീറ്റുകൾ മുന്നോട്ട് വന്നിട്ട് ആ ഒരു ഫീലിംഗ് കിട്ടിയത് അത് എല്ലാ കാലത്തും അതായത് ലാലേട്ടൻ ഏത് സിനിമയാണ് നമുക്ക് അങ്ങനെ അല്ലാന്ന് തോന്നിയിട്ടുള്ളത്. അത് ഒരു സിനിമയല്ലല്ലോ, എല്ലാ സിനിമകളിലും അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ എസ്പെഷ്യലി ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹൈ അതിൻ്റെ സ്കോറിംഗ് ആണ്, അതിൻ്റെ മ്യൂസിക്കും ഇത്ര മ്യൂസിക്കലായിട്ട് വിശാൽ കൃഷ്ണമൂർത്തി അദ്ദേഹം ആണത്. ഒരിക്കലും എല്ലാ സിനിമയിലും അങ്ങനെ പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമ വേണമെന്നില്ല. അന്ന് റിലീസിന്റെ സമയത്ത് അന്നത്തെ ദേവദൂതന്റെ റിലീസ് ദിവസം ഓർമ്മയുണ്ടോ? ആ റിലീസൊക്കെ ഓർമ്മയുണ്ട്. കാരണം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വീട്ടുകാരും എല്ലാവരുമായിട്ട് ഞാനൊരു വണ്ടിയിൽ പോയിട്ടാണ് NS കണ്ണൂരിലെ NS എന്നാണ് കാണുന്നത്. അപ്പോൾ അത് വേറൊരു ഫീലായിരുന്നു. അന്ന് ആദ്യമായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ എപ്പോഴും നമ്മൾ അഭിനയിച്ചൊരു സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ആദ്യം നമ്മളെപ്പോഴും നോക്കുക നമ്മളുടെ ക്യാരക്ടറും നമ്മളുടെ പെർഫോമൻസും നമ്മുടെ കാര്യങ്ങളും. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഞാൻ വീണ്ടും വന്ന് കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും ഹൈ നിങ്ങളെപ്പോലെ തന്നെ ഈ മ്യൂസിക് ഈ വിഷ്വലുകൾ കാണുക, വിശാൽ കൃഷ്ണമൂർത്തിയെ കാണുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ ഒരു 100 ഇരട്ടി കിട്ടിയിട്ടുണ്ട്. കാരണം പല മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴും അറിയാതെ ഇങ്ങനെ എന്തോ കയറി വരുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രം പിന്നെ തിയേറ്ററിൽ ഓരോരുത്തർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് അതൊരു മാജിക്കാണ് അത് സംഭവിക്കുന്നത്. സന്തോഷം. നമ്മളൊരു കാലത്ത് ആത്മാർത്ഥതയോടുകൂടി ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ അതിന് വിജയമുണ്ടാവും എത്ര കാലം കഴിഞ്ഞാലും എന്നുള്ളത് തെളിവാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദേവദൂതൻ ഇറങ്ങി ഇനി വീണ്ടും ഒരു 100 കോടി ക്ലബ്ബിൽ ഇറങ്ങാനും കയറാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മളുടെ അന്ന് ഉണ്ടാക്കിയ ഒരു എഫേർട്ടാണ്. അത് എല്ലാവരുടെയും ഒരു എഫേർട്ടുണ്ട്. ആ ആർട്ടിലൊരു പ്യൂരിറ്റി ഉണ്ട്, അതിൻ്റെ മ്യൂസിക്കിലൊരു സത്യമുണ്ട്. അത് വിദ്യാജിയുടെ കൂടെ ഇരുന്നിട്ട് അതാണ് എൻ്റെ വേറൊരു എക്സൈറ്റ്മെൻറ്റ്. കാരണം ഈ സിനിമയിൽ പറയുന്ന പോലെ സംഗീതത്തിൻ്റെ രാജാവ്, 2 രാജാക്കന്മാരുണ്ട് ഈ സംഗീതത്തിലേക്ക്. ഒന്ന് ത്യാഗരാജ സ്വാമികൾ, അദ്ദേഹം എല്ലാ കാലത്തും രാജാവാണ്, അദ്ദേഹത്തിൻ്റെ ആണ് എന്തൊരു മഹാനുഭാവം. ഇത് റീ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് വിദ്യാജി, വേറൊരു ഓർക്കസ്ട്രേറ്ററി സപ്പോർട്ട്. അപ്പോൾ വിദ്യാജിയുടെ കൂടെ ഇരുന്നിട്ട് നമുക്കത് വീണ്ടും കാണാൻ പറ്റും. വളരെ സന്തോഷം. താങ്ക് യു.